ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സ്റ്റംബ്ലിംഗ് സ്റ്റോൺസ് അഥവാ സ്റ്റോൾപ്പർസ്റ്റൈന് എന്നു പേരുള്ള ഒരു പ്രത്യേക തരം കല്ലുകളെക്കുറിച്ചാണ്. നമുക്കറിയാം, സ്റ്റംബ്ലിംഗ് സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വഴിയിലൂടെ പോകുമ്പോൾ മാർഗം തടസ്സമായി വരുന്ന കല്ലുകളെയാണ് നമ്മൾ സ്റ്റംബ്ലിംഗ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന കല്ലുകൾ ഒരു പ്രത്യേക തരം ശിലാഫലകങ്ങളാണ്. അതായത് രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് നാടുകടത്തപ്പെട്ട, ജീവിതം നിഷേധിക്കപ്പെട്ട, വിധി തകർക്കപ്പെട്ട, ആത്മഹത്യ ചെയ്യേണ്ടി വന്ന, ക്രൂരമായി കൊല ചെയ്യപ്പെട്ട, നിരവധി അപമാനമേൽക്കേണ്ടി വന്ന നാഷണൽ സോഷ്യലിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഇരകളായ അനേകം നിരപരാധികളായ ആളുകളെ ഓർക്കുന്നതിനും ആദരിക്കുന്നതിനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ശിലാഫലകങ്ങളാണ്. ഗുnther ഡെംനിങ് എന്നു പേരുള്ള ഒരു ജർമ്മൻ ആർട്ടിസ്റ്റാണ് ഇത്തരം ഒരു മഹത്തായ സംരംഭം 1992 ആരംഭിച്ചത്. 29 രാജ്യങ്ങളിലായി 100,000 സ്മാരകശിലകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അവയിൽ 90,000-വും ജർമ്മനിയിൽ തന്നെയാണ് നിലവിലുള്ളത്. വഴിയരികിലും ഏറ്റവും അവസാനമായി നാസി ഭരണത്തിൻ്റെ ഇരകളായ മനുഷ്യർ സ്വതന്ത്രമായി ജീവിച്ചിരുന്ന സ്ഥലങ്ങളിലുമാണ് ഇത്തരം കല്ലുകൾ പാകിയിരിക്കുന്നത്. സമചതുരത്തിലുള്ള കോൺക്രീറ്റ് കല്ലുകളുടെ മുകളിൽ ചെമ്പും സിങ്കും ചേർത്ത മിശ്രിതം പൂശി അതിൻ്റെ പുറത്ത് ഇരകളായ മനുഷ്യരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും അയാൾക്ക് സംഭവിച്ച വിധിയെക്കുറിച്ചും കൈകൊണ്ട് എഴുതിയിരിക്കുന്നു. നാസി ഗവൺമെൻറ്റിൻ്റെ അതിക്രൂരമായ ഇരകളായ മനുഷ്യരുടെ ഐഡൻറ്റിറ്റി അവർ നൽകുന്ന ഒരു നമ്പർ മാത്രമായിരുന്നു. അവരുടെ വ്യക്തിത്വവും ഐഡൻറ്റിറ്റിയും തികച്ചും അവഗണിച്ചാണ് അവരെ കൊല ചെയ്തതും നാടുകടത്തിയതും ക്രൂരമായി പീഡിപ്പിച്ചതും. വിവിധ സംഘടനകളുടെയും സമൂഹത്തിൻ്റെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും യൂറോപ്പിലുടനീളം സഞ്ചരിച്ച് 94,000 ശിലകളാണ് ഡെംനിങ് തനിയെ പാകിയിരിക്കുന്നത്. ബെർലിനിലുള്ള ഹോളോകോസ്റ്റ് മോണുമെൻറ്റ്സ് യുദ്ധസമയത്ത് ജീവിതം തകർക്കപ്പെട്ട 6 മില്യൺ ജൂത സമൂഹത്തെ മാത്രം ഓർമ്മിക്കുമ്പോൾ സ്റ്റോൾപ്പർസ്റ്റൈൻ അഥവാ സ്റ്റംബ്ലിംഗ് സ്റ്റോൺസ് അക്കാലത്തെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജീവിതം തകർക്കപ്പെട്ട ന്യൂനപക്ഷ സമൂഹങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അക്കാലത്ത് ജൂത സമൂഹത്തിൽ നിന്ന് വളരെയധികം മാറ്റി നിർത്തിയിരുന്നു. ഇറച്ചി, മുട്ട, ഗോതമ്പ്, ബ്രെഡ്, പാല് എന്നിവയെല്ലാം കടയിൽ നിന്ന് വാങ്ങാൻ ജൂത സമൂഹത്തിന് അനുവാദമുണ്ടായിരുന്നില്ല. ഡോക്ടർ, വക്കീൽ എന്നീ ജോലികൾ പ്രാക്ടീസ് ചെയ്യാൻ ജൂതന്മാർക്ക് അനുവാദമില്ലായിരുന്നു. ബസ്, ട്രാം, ട്രെയിൻ എന്നീ ഗതാഗത മാർഗങ്ങൾ അവർക്ക് നിഷിദ്ധമായിരുന്നു. ജൂതന്മാരുടെ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് നിഷേധിക്കപ്പെട്ടിരുന്നു. ജൂതന് വളർത്തുമൃഗങ്ങൾ അനുവദിച്ചിരുന്നില്ല. മാത്രമല്ല, അവർ പുറത്തിറങ്ങുമ്പോൾ സ്റ്റാർ പോലുള്ള ഒരു അടയാളം അവരെ തിരിച്ചറിയാൻ ധരിക്കണമെന്നത് നിർബന്ധമായിരുന്നു. നാസി ഭരണകൂടത്തിൻ്റെ അവഗണനയും അപമാനവും അക്രമവും പീഡനങ്ങളും ക്രൂരമായ ശിക്ഷാവിധികളും അനുഭവിക്കേണ്ടി വന്ന മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളും അന്നാളിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആളുകളാണ് ജിപ്സികൾ അഥവാ സിൻഡി റോമ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ സിഗോയ്നർ എന്ന് അറിയപ്പെടുന്ന ജനവിഭാഗം. ചില പ്രത്യേക രാഷ്ട്രീയ ചിന്താധാരയിലുള്ള മനുഷ്യർ, ശാരീരികവും മാനസികവുമായ വൈകല്യങ്ങളുള്ളവർ, യഹോവ സാക്ഷികളുടെ ഗ്രൂപ്പിൽപ്പെട്ടവർ, അതുപോലെ ഹോമോസെക്ഷൽ ഓറിയൻറ്റേഷൻ ഉണ്ടായിരുന്ന ആളുകൾ, ഇവരെല്ലാം നമ്പർ ഉപയോഗിച്ചാണ് ഗ്യാസ് ചേമ്പറുകളിലേക്കും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കും കഠിനമായ ശിക്ഷാ നടപടികളിലും ഭാരമുള്ള ജോലികൾക്കും വേണ്ടി തരം തിരിച്ചിരുന്നത്. അതിനു വിപരീതമായി സ്റ്റോൾപ്പർസ്റ്റൈൻ അഥവാ സ്റ്റംബ്ലിംഗ് സ്റ്റോൺസ് എന്ന പ്രൊജക്റ്റിലൂടെ ഡെംനിങ് ഓരോ വ്യക്തികളെയും അവരുടെ പേരും ജനനതീയതിയും അവർ ജീവിച്ചിരുന്ന സ്ഥലത്തിൻ്റെ ഐഡൻറ്റിറ്റിയും കൊടുത്ത് അവരെ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഒരു മനുഷ്യൻ മറക്കപ്പെടുന്നത് അവൻ്റെ പേര് മറ്റുള്ളവർ മറക്കുമ്പോഴാണ് എന്നതാണ് ഡെംനിങ്ങിൻ്റെ ആശയം. അതുകൊണ്ട് തന്നെ ഓരോ വിക്ടിമിനും അവർ ജീവിച്ചിരുന്ന ചുറ്റുപാടുകളിലും സ്ഥലങ്ങളിലും അവരുടെ പേരും
പ്രായവും അവസാനമായി അവർ സ്വതന്ത്രമായി ജീവിച്ചിരുന്ന സ്ഥലത്തിൻ്റെ ഐഡൻറ്റിറ്റിയുമാണ് ഈ ശിലാഫലകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെയധികം ചർച്ചകൾക്കും എതിർപ്പുകൾക്കും തർക്കങ്ങൾക്കും വിധേയമായ ഇത്തരം സ്മാരകക്കല്ലുകൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡീസെൻട്രലൈസ്ഡ് മോണുമെൻറ്റ്സ് ആണ്. ജർമ്മനിയിലെ മ്യൂണിച്ച് എന്ന സിറ്റിയിൽ മാത്രം ഇത്തരം സ്മാരകശിലകൾ ഉണ്ടാക്കുന്നതിന് അവിടെയുള്ള ജൂത സമൂഹത്തിൻ്റെ നേതൃത്വം തയ്യാറായിട്ടില്ല. എന്നാൽ ബ്രസീലിലും റഷ്യയിലും യൂറോപ്പിലെ വിവിധ നഗരങ്ങളിലും ചരിത്രത്തിൻ്റെ മറക്കാൻ പാടില്ലാത്തതായ കഥ പറഞ്ഞുകൊണ്ട് ഈ കല്ലുകൾ നിലകൊള്ളുന്നു. ജർമ്മനിയിലെ സ്കൂൾ കുട്ടികൾക്ക് സ്റ്റോൾപ്പർ സ്റ്റൈനുകളെ പറ്റിയുള്ള ചരിത്രം അവരുടെ ചുറ്റുവട്ടത്തുള്ള ജീവിതം ഹോമിക്കേണ്ടി വന്ന ആളുകളെ ഓർക്കാനും ബഹുമാനിക്കാനും അവരെ സഹായിക്കുന്നു. ചരിത്രത്തെ സ്വീകരിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും അവരെ പഠിപ്പിക്കുന്നു. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴികളിൽ ഇത്തരം സ്റ്റംബ്ലിംഗ് സ്റ്റോൺസ് ഉണ്ടെങ്കിൽ അവ കണ്ടുപിടിക്കാനും അവയെ പറ്റിയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിനും ഫ്രീ ആയിട്ടുള്ള ആപ്പ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ജർമ്മനിയുടെ കറുത്ത പൂർവ്വകാല ചരിത്രത്തെപ്പറ്റി ജർമ്മൻ ജനത വളരെ അവബോധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ 1949 രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ തന്നെ നിയമമായി ഏതൊരു മനുഷ്യൻ്റെയും വിലയെപ്പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. മനുഷ്യൻ്റെ വില ഒരിക്കലും വിലമതിക്കാനാവാത്തതാണ്. അത് ബഹുമാനിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും അധികാരികളുടെ അഥവാ ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. താങ്ക് യു.